ഇവിടെ നിന്ന് കഴിഞ്ഞ സീനാണ്. ഇവിടെ എന്തൊക്കെയൊക്കെയോ സീനുണ്ട്, വിചാരിക്കണ പോലെയല്ല. എന്തോ കുഴപ്പം പിടിച്ച സ്ഥലമാണ്. ഇവിടെ നമുക്ക് വേഗം പോവാം, അതാണ് നല്ലത്. പോയില്ലെങ്കിൽ മിക്കവാറും നമ്മളിവിടെ പെട്ടുപോകും. ഇല്ലെങ്കിൽ പറ്റിക്കഴിഞ്ഞാൽ റാൻഡമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കുട്ടിക്കാനത്ത് എന്ത് സ്ഥലമുണ്ട് കാണാമെന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ടുപിടിച്ച സ്ഥലമാണ് അമ്മച്ചി കൊട്ടാരം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു റീലും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊരു പഴയ വീട് സെറ്റപ്പായിട്ടാണ് തോന്നിയത്. വന്ന് കയറിയപ്പോഴത്തേക്ക് നല്ലൊരു ഹോണ്ടഡ് ഫീല് കിട്ടുന്നുണ്ട്. വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം എന്താണ് സംഭവം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. പിന്നെ ഓൾസോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സിയോൺ സജി മ്യൂസിക്. അകത്തേക്ക് ആ ഗേറ്റ് കയറുമ്പോഴത്തേക്ക് തന്നെ ശരിക്കും നമുക്കൊരു ഹോണ്ടഡ് ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാനം ടൗണിൽ നിന്ന് നമ്മുടെ മറൈൻ കോളേജിൻ്റെയൊക്കെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഡീവിയേഷൻ എടുത്ത് താഴോട്ടിറങ്ങുന്ന സ്ഥലത്താണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. കുറച്ച് ഓഫ് റോഡല്ല, റോഡെന്ന് പറയാൻ വലുതായിട്ടൊന്നും ഇല്ല, ഒലിച്ചു പോയ റോഡാണെന്ന് തോന്നുന്നു. അവിടുന്ന് ഇങ്ങനെ കയറി ഒരു ഗേറ്റ് ഉണ്ട്. ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നോക്കി അങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ഞങ്ങളിത് ഈ ഒരു തുളസിത്തറയുടെ ഒരു തറ, എന്ത് തറയാണെന്നറിയില്ല, അതിൻ്റെ അവിടെ കൊണ്ടുവന്നാണ് വണ്ടി ഇട്ടത്. കൊട്ടാരം എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടാണ് കുട്ടിക്കാനം. പോയി നോക്കണ്ട. ഞാൻ കണ്ടില്ല. ആണാണോ ആണാണോന്ന് എനിക്കറിയില്ല. മാനാണെങ്കിൽ സൂക്ഷിക്കണം. അപ്പൊ ഇത് ശരിക്കും ഹോണ്ടഡ് സ്പേസാണ്. ഗൈസ്, ഇത് തിരുവിതാംകൂർ രാജ്ഞിയുടെ സമ്മർ ഹൗസാണ്. അപ്പൊ ഇവിടെ ഒരു കെയർ ടേക്കർ മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് ഒരു 50 രൂപ കൊടുത്താൽ കയറ്റി വിടും. മാസം താമസം പറഞ്ഞവിടെ 8 മാസം തരും. നാല് കെട്ടി നടുമുട്ടും കാഞ്ചി ബലമാണ്. 4 കെട്ടി നടും. ആ ചളി പോകണം, ഓർമ്മ പോകണം. അമ്മ മഹാരാജ സർവൻസ് തോളി മാറുക. ഇതെല്ലാം സിനിമ ഷൂട്ടിങ്. ഓ, സിനിമ ഷൂട്ടിങ്ങിന് എടുത്തിട്ടുണ്ടോ? இது வந்து அம்மா மகாராணி தொழில்நாடு டைம் பாஸ். அவருக்கு டைம் பாஸ் அவர்கள் கரண்ட் டிவி இல்லை, அவர் இருந்து സംസാരിക്കുക. അമ്മ മഹാറാണി തോളി മാർക്ക് സംസാരിക്കുക. ഇത് 4 കെട്ടിണ്ടായിരുന്നു. പണ്ട് തന്നെ വെള്ളം വെച്ചത്, ഇപ്പൊ വെള്ളം വെച്ചത്. ഈ ബിൽഡിംഗ് താഴെ പോകുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് സിനിമ ഏതായിരുന്നു? ലാസ്റ്റ് വന്ന് നല്ല നിലാവുള്ള രാത്രി ഉണ്ടായിരുന്നു. ചെമ്പവിനോട് ഭാഗത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ആദ്യ രാത്രിന്ന് കൊടുക്കണം. നല്ല നിലാവുള്ള രാത്രി ഇവിടെ എല്ലാം സ്റ്റണ്ട് ഉണ്ടാണ്ട്. കാലിന്റെ മൊത്തം ഡാൻസ് കണ്ടു. കിച്ചണ് പ്രാർത്ഥിച്ചത് ഒരാട്ടുകള് 4 മുറി. ഇപ്പൊ
ഷൂട്ടിന് മാത്രമേ എടുക്കുന്നുള്ളൂ. വാഷ് ബേസിനൊക്കെയാണ് പഴയ. അമ്മിക്കല്ല്. ഇതായിരുന്നു പഴയ കിച്ചൺ അല്ലേ ഗൈസ്? ഇപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നമ്മുടെ ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ റാണിയുടെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് സിനിമ ഷൂട്ടിങ്ങിന് കൊടുത്ത് സാധനം മൊത്തം പൊളിഞ്ഞ് കിടക്കുകയാണ്. ആക്ച്വലി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹോണ്ടഡ് സ്പോട്ടായിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ആൾക്കാരൊക്കെ കണ്ടേ ഇവിടെ എഴുതി വെച്ചിട്ട് വന്നിട്ട് റഹീം കൊട്ടക്കൽ, എബിൻ ലവ് സൈഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കഥയൊക്കെ എഴുതി വെച്ച് അങ്ങനെ നശിപ്പിച്ചിട്ടേക്കാണ്. ഓൾസോ പിന്നെ ഫിലിം ഷൂട്ടിങ്ങിന് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള വേറെണ്ടയറല്ല മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ആ ഫ്രണ്ടിൽ കയറി വന്ന ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫുള്ളടിച്ച് പോയി കിടക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട്. സിനിമയുടെ സംഭവത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ. തെർമോക്കോളാണ് ഇവിടെ ഫുള്ളുണ്ട്. ഇത് എന്തിൻ്റെയാണോ എന്തോ എന്തായാലും പണി വെയ്യൻ. ജോലിയാണ്. ഓ, തിരുവനന്തപുരത്ത് നിന്നാണോ? എന്റെ വീട് തിരുവനന്തപുരത്താ, പേട്ട. ഞാന് ശ്രീചിത്രത്തിനാളും മഹാരാജയുടെ. ആഹാ, വന്നു തൊട്ട് ഇവിടെയാ? ഇതെന്താ? അപ്പൊ ഇതിന് വഴി ശരിക്കും അവിടെ നിന്നാണോ? ഇവര് വന്നത് എങ്ങനെയാ? നിങ്ങളുടെ എവിടെ കയറ്റില്ലല്ലോ, ആ കയറ്റിൽ നേരെ വേണ്ട ഇവിടെ മുറ്റത്ത് വേണ്ടി ഇവിടെ സൈപ്രസ് മരം നല്ല ഫോട്ടോ എടുക്കണം കേട്ടോ. സൈപ്രസ് മരം. അങ്ങളുടെ പേരെന്താ? ധർമ്മരാജ്. ധർമ്മരാജ്. ഓക്കെ. ഷിയോൺ. ഓക്കെ. സൗണ്ട് ശരിക്കും മനുഷ്യൻ പേടിക്കുന്നു. ആക്ച്വലി ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. കാരണം ഇത് ഇതൊക്കെ മരവില്ലേ ശരിക്കൊരു ആണ്. അതുപോലെ ഇത് ഒരിച്ചിരി ഹോണ്ടഡ് ഫീൽ തരുന്നുണ്ട് നമുക്ക്, പഴയ സിനിമകളുടെയും സംഭവങ്ങളും. പിന്നെ ഇവിടുത്തെ സൗണ്ട് ഇപ്പൊ നിങ്ങൾ കേട്ടാ ഭയങ്കര ഒരു പ്രേതമായില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറെ നാളിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വരണത്. ഇത് നോക്കി അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ആണെങ്കിലും വേറെ മൂഡ് ഗൈസ്. നീ പേടിച്ചാ? എനിക്കൊരു പേടിയേ വരുന്നില്ല. എനിക്ക് പേടി ആകെ ഉള്ളത് ഈ പാമ്പും പഴുതാരും കടിക്കുമെന്നുള്ളതാണ്. സെറ്റപ്പ് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ അമ്മ മഹാറാണിയുടെ വേനൽക്കാല വസതിയാണത്. ഗസ്റ്റ് ഹൗസ്, വെറും ഗസ്റ്റ് ഹൗസ്. അതിപ്പോ സിനിമ ഷൂട്ടിങ്ങിന് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും അകത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കാവുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലൊക്കെ നല്ല അടിപൊളി പരിപാടി. തിരുവിതാംകൂർ രാജവംശത്തിലുള്ളവർ ഇപ്പൊ അവിടെ നിന്നുകൊണ്ട് മറ്റേ എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആവാനുള്ള സെറ്റപ്പ് കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സാധനമൊക്കെ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ആണെന്നൊക്കെ ഒരു പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 10 ആള് വരും, ഇഷ്ടംപോലെ ആൾക്കാർ വരും.
അത് എന്തോ ഒരു ഹെറിറ്റേജ് സ്പോട്ടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങിന് കൊടുത്ത് മൊത്തം ഏകദേശം പൊളിഞ്ഞ് ഒരു പരിവായിട്ട് കിടക്കുകയാണ്. ബാക്കി ഞാൻ വോയിസ് ഓവറിലല്ലേ വണ്ടി കയറിയിട്ട് പറയും, ഈ സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റില്ല. നേരെ പറഞ്ഞു വന്ന പോലെ ഒന്ന് നേരെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു, ഭയങ്കര അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വെരി നൈസ് ടൂറിസ്റ്റ് സ്പോട്ട്. ഭയങ്കര അങ്ങേയറ്റം അടിപൊളി മറ്റേ കൊട്ടാരത്തിന്റെ സെറ്റപ്പ് ഒന്നും പറയില്ല, പക്ഷെ എന്തായാലും ആൾക്കാർ വന്ന് കാണും. കാരണം ഇതുപോലൊരു സ്പോട്ടിൽ ഇങ്ങനൊരു സ്ഥലം എന്ന് പറയുമ്പോൾ 100% ആൾക്കാർ വന്ന് കാണുന്നൊരു സ്ഥലമാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതാരെങ്കിലും കാണുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തോന്നുവാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഈ വ്ളോഗ് മിക്കവാറും ഇവിടെ എൻഡ് ചെയ്യുന്നതായിരിക്കും, കാരണം ഇതൊരു കംപ്ലീറ്റ് വ്ളോഗായിട്ട് ഇട്ടിട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം കേട്ടോ. കണ്ടു കഴിഞ്ഞ് കാണുമല്ലോ, ഇത് ലാസ്റ്റ് ഭാഗമല്ലേ? അതെ, കണ്ടു കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ, അണ്ടിൽ ദി നെക്സ്റ്റ് വീഡിയോ. മഴയായി ഗൈസ്, പ്രേതം വന്നു.